നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രതികാരത്തിൻ്റെ പ്രമേയവുമായി മലയാളത്തിൽ നിരവധി സിനിമകൾ വന്നിട്ടുണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രതികാരത്തിൻ്റെയും വഞ്ചനയുടെയും കഥ പറയുന്ന ചിത്രമാണ് പൊങ്കാല. ചുരുക്കത്തിൽ പ്രതികാരത്തിൽ നിന്ന് കൊത്തിയെടുത്ത ഒരു വിചിത്രമായ കഥയാണിത്. സാമൂഹികവും രാഷ്ട്രീയവുമായ അടിത്തറകളെ അടിസ്ഥാനമാക്കിയുള്ള ശക്തമായ ഒരു കഥ പറയുന്ന ചിത്രത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ് പശ്ചാത്തല സംഗീതവും ആക്ഷൻ സീക്വൻസുകളുമാണെന്ന് നിസ്സംശയം പറയാം. കൊച്ചിയിലെ വൈപ്പിനിലാണ് കഥ നടക്കുന്നത്. 2000 കാലഘട്ടം. അബി എന്ന കഥാപാത്രത്തിന്റെ വ്യത്യസ്ത കാലഘട്ടവും അവൻ അനുഭവിച്ച വേദനയുടെയും നെടുവീർപ്പിന്റെയും പ്രണയത്തിന്റെയും ചോരപുരണ്ട അധ്യായമാണിത്. സഖാവ് ചന്ദ്രന്റെ നരേഷനോടെ ആരംഭിക്കുന്ന ചിത്രം പ്രേക്ഷകനെ പിന്നീട് കൊണ്ടുപോകുന്നത് ഫ്ലാഷ് ബാക്കിലേക്കാണ്. തരകൻ സാബുവാണ് വൈപ്പിൻ ഹാർബറിലെ എല്ലാം. ഇയാൾ അനുജന്മാരായി കാണുന്നവരാണ് അബി അടക്കമുള്ളവർ. എന്തിനും ചങ്ക് പറിച്ചു കൊടുത്തിരുന്ന ഇവർ തമ്മിൽ പിന്നീട് രണ്ടു ചേരിയായി മാറുന്നു. ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. ഒടുവിൽ ഒപ്പം നിന്നവർ തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ഇരുട്ട് നൽകിയതെന്ന് അബി തിരിച്ചറിയുന്നു. അബി എന്ന കഥാപാത്രമായി ശ്രീനാഥ് ബാസി എത്തുമ്പോൾ ബാബുരാജാണ് തരകൻ സാബുവായി എത്തിയത്. ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്തവർ മുതൽ പ്രധാന റോളിലെത്തിയവർ വരെ തങ്ങളുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ബാല്യകാലത്ത് കയറിക്കൂടി ഓർമ്മകളും വേദനകളും പേറി മൗനം എന്ന സ്ഥായി ഭാവത്തോടെ, അല്ലെങ്കിൽ തൻ്റെ വികാരങ്ങൾ പുറത്തു കാണിക്കാനാകാതെ അലയുന്നൊരു കഥാപാത്രമാണ് ശ്രീനാഥ് ബാസിയുടേത്. ആ വേഷം തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ നടന് സാധിച്ചിട്ടുമുണ്ട്.